പ്രണയലേഖനം പിന്നീട് കിട്ടിയിട്ടില്ല ഒരുപാട് അല്ല അതൊക്കെ ഫാൻസിന്റെ ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ തന്നെ വളരെ സ്റ്റാറായി കിടക്കാണല്ലോ അല്ല അതൊന്നും പിന്നെ 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 ഫോണിന്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ നമ്മൾ പലതും ഫോണിലാവുമല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ലെറ്റർ അയക്കാറ് എപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ ലെറ്റർ അയക്കാറ് ലെറ്റർ അയക്കുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ കിട്ടാറില്ല ഇപ്പോഴും കത്തയക്കാറുണ്ടോ ഇപ്പോഴും അയക്കാറുണ്ട് അത് ശരി ഇപ്പൊ കത്തയക്കുന്ന ഏക വനിത എന്നുള്ള അവാർഡ് വേണമെങ്കിൽ ഇപ്പൊ 1-2 വർഷമായി അയക്കുന്ന നിന്നിട്ട് കാരണം അല്ല അതിന് മുമ്പ് വരെയൊക്കെ അത് കത്തയക്കാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾ ആരും പുറത്തു പറയുന്നത് എന്തെങ്കിലും കൊനിഷ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതായത് SMS പോലും അയക്കാൻ ഈ ഭവതിക്ക് അറിയില്ല അയ്യോ ശരി എന്റെ മാനം കളയല്ലേ അതാണ് വാട്സപ്പ് തന്നു ചോദിക്കുമ്പോ എന്താ കാച്ചിൽ പുഴുങ്ങിയതാണോ ചോദിക്കുന്ന ആളാണ് അതിനൊരു താല്പര്യമില്ല എനിക്ക് മനസ്സിലാവുന്നുമില്ല ഞാനത് ട്രൈ ചെയ്ത് നോക്കുമ്പോ ഫോൺ കുളമാവും ഇതിപ്പോ ഉർവശി വിചാരിക്കും ഞാൻ ഉർവശി അപമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തമാശ പറയാൻ താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് ഞാനൊരു നിഷ്കളങ്കൻ നിരപരാധി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് ഉർവശി കാര്യം ഉർവശി കൊച്ചു പ്രായത്തൊട്ട് ഇത്രേ വർഷം ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളിനെ എനിക്കറിയാം ഇത് ഭയങ്കര ഒരു മെയിൽ ഡോമിനേറ്റഡ് ഉള്ള ഒരു ഫീൽഡാണ് അതിൽ ആരെടുത്ത് ചോദിച്ചാലും ഉർവശി ദർ എവറിബഡി ഈസ് സോ റെസ്പെക്റ്റ്ഫുൾ ഓഫ് ഹർ പിന്നെ എനിക്ക് പറയാനുള്ളത് ഉർവശി എങ്ങനെ ഒരു നാടൻ ഒരു ആളായിട്ട് നമുക്ക് ഒന്ന് ആലോചിക്കാം കാര്യം ഉർവശി ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യത്തില്ല അങ്ങനെ എന്നിട്ടും പക്ഷേ സിനിമയിൽ ഇതെല്ലാം ചെയ്യും എനിക്ക് ചോദിക്കാനുള്ളത് ഉർവശി ഇതെല്ലാം പഠിക്കാത്തത് അതെന്നാ യൂസ് ചെയ്യാത്തത് ഇപ്പോൾ ഫോണായിട്ട് എന്നാ ഒരു ബന്ധമില്ലാത്തത് ഇന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉർവശി അതിനൊന്നും ഇല്ല അതൊന്നും പറയാമോ അല്ലല്ല വീണ ചേച്ചി എന്നെ കാണുമ്പോ എല്ലാവരും പരാതി ചെയ്ത് ആ ഫോൺ എന്നെടുക്കും ഉർവശി ഞാൻ ഇവിടെ ഈ റൂമിൽ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കും ആ ഫോൺ എൻ്റെ അടുത്ത് ഒന്ന് വിവരം പറയുമെന്നുള്ള ധാരണയാണ് പലപ്പോഴും അതാണ് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ എടുക്കൂ എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ബെഡ്റൂമിൽ വെച്ചിട്ട് അടുക്കള പോയിരിക്കും അതെനിക്കെന്തോ എനിക്ക് ഭയങ്കര അലർജി എനിക്ക് താല്പര്യമില്ല ഫോൺ കൊണ്ട് നടക്കാൻ കുറേ ഫോൺ കാണാതെ പോയിട്ടുണ്ട് അങ്ങനെ കുറെ നമ്പേഴ്സും ഒക്കെ ഈ ഫോൺ അടിക്കുമ്പോൾ ഇത് എവിടെ നിൽക്കണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തയായി നടക്കുന്ന ഉർവശിയെ പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എടുക്കാനൊക്കെ ഡ്രൈവറോട് ചോദിച്ചു എവിടെ നിൽക്കണം അയ്യേ അതൊന്നുമില്ല അതാരും പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോ എടുക്കാനൊക്കെ അറിയാം എനിക്ക് വിളിക്കാനും അറിയാം മോള് പറഞ്ഞിട്ട് ഐഫോൺ മേടിച്ച ഓർമ്മയുണ്ടോ എന്നിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതെ എന്തെല്ലാം കഷ്ടപ്പെട്ടു അത് ആദ്യം സ്റ്റാർട്ടിങ് സമയത്ത് കുറച്ച് SMS ഇതുവരെ ചെയ്തിട്ടില്ല ഇല്ല വെരി ഗുഡ് ചിലര് കോമഡി മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഗതികേട് അവർ പിന്നെ അത് എനിക്ക് വീണ്ടും പറഞ്ഞു തരും ഇങ്ങനെ മെസ്സേജ് നോക്കിയോ ഇല്ല നോക്കിയില്ല എന്താ അയച്ചത് ഒരു ഗതികേട് ആ സമയത്ത് തോന്നിയ കോമഡി അയച്ചത് ഇനി പറഞ്ഞുകൂടെ തരണമെന്ന് ചോദിക്കും നോക്കൂല എന്തിനും മെസ്സേജൊക്കെ അയക്കുന്നത്